طلابي السلام عليكم ورحمة الله وبركاته. فمرحبا بكم إلى فصل جديد. മക്കളെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫഹിംന അൻ ബർഷിം ഒമൻ വഹാദൽ അരിയാദി അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ബർഷിമും പിന്നെ ആരാണ്? തമ്പേരി. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കി അൽ ഇൻസാനിയ ഹിയൽ അമ്രുൽ മുഹിം, മനുഷ്യത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ. വനഹുൽ യൗം നദ്ഖുലു ഇലാ മൻദൂമ മത ഒരു കവിതയാണ് അല്ലെങ്കിൽ ഷിഅറാണ്. വൈസ്മു ഷിഅർ അഖി അൽ ഇൻസാൻ. അഖ് ഹൽ സമയത്തും കലിമത്ത് അഖ്. അഖ് ആരാണ് മക്കളെ? കൂട്ടുകാർ അല്ല, അഖ് എന്ന് പറഞ്ഞ സഹോദരൻ അല്ലെ, ബ്രദർ. അഖി മൈ ബ്രദർ. അൽ ഇൻസാൻ മാൻ അല്ലെ, എൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യപുത്ര അല്ലെങ്കിൽ മനുഷ്യ സഹോദര എന്നാണ് പറയുന്നത്. മനുഷ്യനായ എൻ്റെ സഹോദര എന്നാണ് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് വൽ കതബഹു ഈസ അന്നാഊരി. മൻഹുവ ഈസ അന്നാഊരി എഴുതിയ കവിതയാണ്. ഫഹയ്യ നസ്മഅ അന്നഷീദ. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം ജസ്റ്റ് കേട്ടോ. ഇതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ലൈനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അത് നിങ്ങൾ പോയി കാണാം കേട്ടോ. ചിലപ്പോൾ കാണാൻ പറ്റാതെ വരും, അത് പറ്റുകയാണെങ്കിൽ അങ്ങനെ കാണാൻ നിങ്ങൾക്ക് ലിങ്കിൽ പോയിട്ടും കാണാം. അവിടെ നമുക്ക് കേട്ടു നോക്കാം. أمد يدي فصافحها تجد قلبي بها يخفق بحبك يا أخي الإنسان بحبك يا أخي الإنسان. ഹുനാക്ക അഖവാൻ അല്ലേ, രണ്ട് സഹോദരന്മാർ അവരിങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലായി നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. ബിഹുബ്ബിക യാ അഖിൽ ഇൻസാൻ. لقد جئنا إلى الدنيا معا لنعيش إخوانا ونسعد بالحياة معا أحباء وأعوانا ولو شئنا أحلنا جنة الفردوس دنيانا. هيا يا أخي الإنسان فهيا يا أخي الإنسان. മുഴുവനില്ല, കുറച്ച് മുഴുവനായിട്ടുമില്ല പാട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതേ ഈണത്തിലാണ് നിങ്ങളത് പാടേണ്ടത്. നമുക്ക് വേറൊരു ഈണം കൂടി വേണമെങ്കിൽ കേട്ടു നോക്കാം. കേട്ടോ. في العالم الواسع في المغرب والمشرق أخي الأبيض والأسود في جوهرك المطلق. أخي في العالم الواسع في المغرب والمشرق أخي الأبيض والأسود في جوهرك المطلق. سهلة. أخي في العالم أخي في العالم الواسع في المغرب والمشرق أخي الأبيض والأسود في جوهرك المطلق. لا. أمد يدي فصافحها تجد قلبي بها يخفق. أمد يدي فصافحها تجد قلبي بها يخفق. بحبك يا أخي الإنسان بحبك يا أخي الإنسان. لقد കണ്ടോ. അപ്പൊ അതായത് ഈ ഈണത്തിൽ നിങ്ങൾക്ക് അങ്ങനെ പാടാവുന്നതാണ്. ഈ രണ്ട് പാട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. മക്കള് പാട്ട് കേൾക്കുക അല്ലേ. എന്താ പറയണേ? أخي في العالم الواسع في المغرب والمشرق أخي الأبيض والأسود في جوهرك المطلق أمد يدي فصافحها تجد قلبي بها يخفق بحبك يا أخي الإنسان بحبك يا أخي الإنسان. لا. لقد جئنا إلى الدنيا معا لنعيش إخوانا ونسعد بالحياة معا أحباء وأعوانا ولو شئنا أحلنا جنة الفردوس دنيانا. فهيا يا أخي الإنسان فهيا يا أخي الإنسان فبيتك يا أخي بيتي ودربك في الدنا دربي وعزك له ومن عزي وحبك يا أخي حبي وما تلقاه من ضيم تصيب سهامه قلبي فيدمي يا أخي الإنسان فيدمي يا أخي الإنسان. ഓക്കെ, എന്താണ് പറയുന്നത്? അഖി അൽ ഇൻസാൻ, മനുഷ്യനായ സഹോദര, എൻ്റെ മനുഷ്യ സഹോദര, മൈ ബ്രദർ.
അല്ലെ? അഖി ഫിൽ ആലമിൽ വാസിഅ, അഖി ഓ മൈ ബ്രദർ, ഫിൽ ആലമിൽ വാസിഅ, അയിന ഹുവൽ അഖ് ഫിൽ ആലം അൽ വാസിഅ, അല്ലെ? വൈഡ്, വാസിഅ എന്ന് പറഞ്ഞാൽ ഈ വിശാലമായ ലോകത്തെ എന്റെ സഹോദര, ഫിൽ മഗ്രിബ് പടിഞ്ഞാറും, വൽ മഷ്രിഖ് കിഴക്കത്തുമുള്ള, അതായത് ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള, മഗ്രിബ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, മഷ്രിഖ് കിഴക്ക്. അഖിൽ അബിയാദ് വൽ അസ്വദ്, അബിയദ് എന്റെ വെളുത്ത സഹോദര, വൽ അസ്വദ് കറുത്ത സഹോദരൻ, അല്ലെ? കറുപ്പും വെളുപ്പുമുള്ള, അതായത് ജിൻസും നോക്കരുത്, അല്ലെ? ഏതുവനായാലും ഫി ജൗഹരിക, ഫി ജൗഹരിക, ജൗഹർ എന്ന് പറഞ്ഞാൽ അസാസ് എന്നാണ്, ബേസ്. നിന്റെ ബേസിൽ എന്താ ഉള്ളത്? അൽ മുത്ലഖ്, കോമൺ ആണ്. മുത്ലഖ് എന്ന് പറഞ്ഞാൽ കോമൺ. മുത്ലഖിന്റെ ഓപ്പോസിറ്റ് ഖാസ് എന്നാ പറയാ, പ്രൈവറ്റ് അല്ലെങ്കിൽ പൊതു എന്നുള്ള, അല്ല ഈ പ്രൈവറ്റ് എന്നർത്ഥത്തില്, കേട്ടോ? അപ്പൊ ഫി ജൗഹരിക്കൽ മുത്ലഖ്, നിന്റെ ബേസ് എന്ന് പറയുന്നത് കോമൺ, എല്ലാവരിലും ഒരുപോലെയാണെന്നാ പറയുന്നത്. അമുദ് യദി ഫസാഫിഹ, അമുദ്ദു എന്ന് പറഞ്ഞാൽ ഞാൻ നീട്ടുന്നു, യദി മൈ ഹാൻഡ്, ഫസാഫിഹ അതുകൊണ്ട് നീ നമുക്ക് കൈ കൊടുക്കാം, നീ അതിന് കൈ കൊടുക്കുക, എന്റെ കൈ ഞാൻ നീട്ടും, നീ കൈ സ്വീകരിക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ തജിദ് ഖൽബി, അപ്പോൾ നിനക്ക് എൻ്റെ ഹൃദയം കാണാം, ബിഹ അതിലൂടെ, യഖ്ഫക് മിടിക്കുന്നത്, എൻ്റെ ഹൃദയമിടിപ്പ് നീ എന്നെ ചേർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നീ എൻ്റെ കരം പിടിക്കുമ്പോഴാണ് എന്നാണ് പറയുന്നത്. ഫഹംതും? ബിഹുബ്ബിക യാ അഖിൽ ഇൻസാൻ, നിന്റെ മനുഷ്യ സഹോദര, നിന്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം മിടിക്കുന്നത് കാണാം. ബിഹുബ്ബിക യാ അഖിൽ ഇൻസാൻ, മനുഷ്യ സഹോദര, നിന്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം മിടിക്കും. ثم ماذا يقول؟ لقد جئنا إلى الدنيا, ഷായർ യഖൂൽ ലഖദ് ജഅ്നാ, വി കെയിം, നമ്മൾ വന്നു, ഇല ദുനിയ ടു ദിസ് വേൾഡ്, ഈ ലോകത്തേക്ക് നമ്മൾ മഅൻ ടുഗദർ ഒരുമിച്ചാ വന്നത്. ലിനഈഷ ലിഐ ഷൈഇൻ, എന്തിനാ വന്നത്? ലിനഈഷ ടു ലിവ് ഇഖ്വാന ആസ് ബ്രദേഴ്സ്, നമ്മൾ സഹോദരന്മാരെ പോലെ ജീവിക്കാനാ വന്നത്. വനസഉദു ബിൽ ഹയാത്തി മഅൻ വനസ്അത് വനഫ്റഹ്, നമ്മൾ സന്തോഷിക്കും, ബിൽ ഹയാത്ത് വിത്ത് ലൈഫ്, ടുഗദർ ഒരുമിച്ച് നമ്മൾ ഈ ജീവിതം ആസ്വദിക്കും. അഹിബ്ബഅൻ സ്നേഹമുള്ളവരായി, വഅവാനൻ സഹായിക്കുന്നവരായി, കേട്ടോ? വലൗ ശിഅ്നാ, ഇഫ് വി തിങ്ക്, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അഹൽന ഹവൽന നമുക്ക് മാറ്റാം, ജന്നത്തൽ ഫിർദൗസ്, എന്ത്? ഫിർദൗസ്, ജന്നത്തൽ ഫിർദൗസ്, ഫിർദൗസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഒരു സ്ഥലമാണ്, അല്ലെ? ഏറ്റവും ഉയർന്ന സ്ഥലം. ആ സ്വർഗത്തിലെ എന്താണ്? ഫിർദൗസിന്റെ ജന്ന നമുക്ക് മാറ്റാം, ദുനിയാന, ഏത്? നമ്മുടെ ദുനിയാവാക്കി മാറ്റാമെന്ന്, എന്ന് വെച്ചാൽ സ്വർഗം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഫഹയ്യ അഖിൽ ഇൻസാൻ, അതുകൊണ്ട് വാ സഹോദര, ലെറ്റ്സ് ഗോ. ഫഹയ്യ കം ഫോർവേഡ്, വരൂ എന്നാണ്. ഫഹയ്യ അഖിൽ ഇൻസാൻ, സഹോദര വരൂ. ഫബൈതുക യാ അഖി ബൈതി, ഫബൈതുക യുവർ ഹൗസ് ഈസ് മൈ ഹൗസ്, സഹോദര. ഫബൈതുക യുവർ ഹൗസ്, യാ അഖി ഓ മൈ ബ്രദർ, ബൈതി ഇറ്റ്സ് മൈ ഹൗസ്, നിന്റെ വീട് എൻ്റെ വീടാണ്. വദർബുക യുവർ വേ ഫി ദുനിയ, ദുനിയ എന്നതിന്റെ ജമ്മാണ്, ദുനിയ കേട്ടോ. ഈ ലോകത്ത് നിന്റെ വേയാണ് ദർബി, എന്റെയും വേ. നീ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ രൂപത്തിൽ. വഇസ്സുക, ഇസ്സു മദാ, അഭിമാനം, പ്രൈഡ്. വഇസ്സുക നിന്റെ അഭിമാനം, ലഹുവ മിൻ ഇസ്സി, അത് എന്റെയും അഭിമാനമാണ്. ലഹുവ അത് തീർച്ചയായും, മിൻ ഇസ്സി എന്റെയും അഭിമാനമാണ്. വഹുബ്ബുക നിന്റെ സ്നേഹം, യാ അഖി ഹുബ്ബി എന്റെയും സ്നേഹമാണ്. നിന്നോടുള്ള സ്നേഹം അത് എന്റെയും സ്നേഹമാണ്. വമാ തൽഖാഹു, വമാ ഒന്ന്, ഒരു കാര്യം, തൽഖാഹു നിനക്ക് കിട്ടുന്ന, മിൻ ലൈമിൻ, ലൈം എന്ന് പറഞ്ഞാൽ ളുൽമ, അക്രമം, നീ അനീതി. അപ്പൊ നിനക്ക് കിട്ടുന്ന ഒരു അനീതി, തുസീബു ബാധിക്കും, സിഹാമുഹു ഈ അതിന്റെ അമ്പ്, കൽബി എന്റെ ഹൃദയത്തിൽ. അതായത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ അത് എന്റെ ഹൃദയത്തിലാണ് കൊള്ളുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫയുദ്മിയാഖിൽ ഇൻസാൻ, അങ്ങനെ രക്തം വരും. സഹോദര, എന്റെ പ്രിയ മനുഷ്യ സഹോദര, അങ്ങനെ രക്തം വരും. ഫയുദ്മിയാഖിൽ ഇൻസാൻ, അതുകൊണ്ട്
നമ്മൾ ലനഈഷ് ഇഖ്വാന, നമുക്ക് സഹോദരന്മാരെ പോലെ ജീവിക്കാം, അല്ലേ? ഫഹയ്യ നഹ്നു ഇൻസാൻ, അല്ലേ? അലൽ മുത്ലഖ്. മൊത്തത്തിൽ നമ്മളെന്താണ്? ഇൻസാൻ, നമ്മൾ മനുഷ്യന്മാരാണ്, ജാതി മത ഭേദമില്ലാതെ എല്ലാവരും മനുഷ്യന്മാരാണെന്നാണ് പറയുന്നത്. മദ്മൂനു ഷിഅറിന്റെ ആശയം. അൽ മഖ്തഉൽ അവൽ, ഒന്നാമത്തെ ഒന്നാമത്തെ ഈ സ്റ്റാൻസ് കേട്ടോ. ഇതിനാണ് സ്റ്റാൻസ എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻസിൽ എന്താ പറയുന്നത്? ഒന്നാമത്തേല് അഷ്ശായിർ യഖൂൽ ഇന്നഹു യഅ്തബിറു ജമീഅ അന്നാസ്, എന്താണ്? അദ്ദേഹം എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്നു, ഫീ കുല്ലി മക്കാന്, എല്ലായിടത്തുമുള്ള ആളെ ഇഖ്വാനൻ, സഹോദരന്മാരായിട്ട്, ബിദൂനി തഫ്രീഖത്തിൽ അൽവാൻ, നിറത്തിന്റെ വ്യത്യാസമില്ലാതെ, വൽ അജ്നാസ്, വർഗത്തിന്റെയോ, വൽ അദിയാൻ, മതത്തിന്റെയോ, വഅസ്ലുൽ ഇൻസാനി വാഹിദ്, മനുഷ്യരുടെ എല്ലാം ബേസ് ഒന്നാണ്. യദ്ഉഹും, അദ്ദേഹം അവരെ ക്ഷണിക്കുന്നു, ലി മുസാഫഹത്തിഹി, കൈ കൊടുക്കാൻ, ഷെയ്ഖ് ഹാൻഡ് കൊടുക്കാൻ, ലി അന്നഹു യുഹിബ്ബുൽ ജമീഅ, അദ്ദേഹം എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു, വഅൻ യഈഷ മഅഹും, അവരോടൊത്ത് ജീവിക്കാനും, ബിസലാമി വ മഹബ്ബ, സ്നേഹത്തോടെ സമാധാനത്തോടെ. അൽ മഖ്തഉ സാനി, രണ്ടാമത്തെ സ്റ്റാൻസിലോ അൽ ഹദഫുൽ ഹഖീഖി ഫിൽ മിനൽ ഹയാത്ത്, ജീവിതത്തിന്റെ റിയൽ ഗോൾ, ഹഖീഖി റിയൽ ഗോൾ എന്താണ്? ഹുവ അൻ നഹ്യ ഫി ഹാദിഹി ദുനിയ, അത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കലാണ്, മഅൽ ഉഖുവ, സാഹോദര്യത്തോടെ, വൽ മവദ്ദ, സ്നേഹത്തോടെ, വൽ മുആവന, പരസ്പര സഹായത്തോടെ. ഇദൻ, അപ്പോൾ തസീറു ഹാദിഹിൽ അർള്, ദിസ് വേൾഡ് വിൽ ബിക്കം, ഈ ലോകമാകും, മിസ്ല ജന്നാത്തിൽ ഫിർദൗസ് പോലെയാകും, സ്വർഗീയ ആരാമം പോലെയാകുമെന്നാണ് പറയുന്നത്. സുമ അൽ മഖ്തഉ സാലിസ്, യുനാദി ഷായിർ, ഷായർ വിളിക്കുകയാണ്, യാ അഖിൽ ഇൻസാൻ, മനുഷ്യ സഹോദര, അഅ്തബിറു ദാറക, അഅ്തബിറു എന്ന് പറഞ്ഞാ, ഞാൻ പരിഗണിക്കുന്നു, ദാറക്ക, നിന്റെ വീടിനെ, മിസ്ലദാരി, എന്റെ വീട് പോലെ, വത്തൊരീഖു ഇലൈഹ, അവഴേക്കുള്ള എന്താണ് വഴി, മിസ്ല ത്വരീഖി ഇലാ ദാരി, എന്റെ വീട്ടിലേക്കുള്ള വഴി പോലെ തന്നെയാണ്. വഉഖദ്ദിറു ഇസ്സതക, നിന്റെ അഭിമാനത്തെ ഞാൻ മാനിക്കുന്നു, കമാ ഉഖദ്ദിറു ഇസ്സത നഫ്സി, എന്റെ അഭിമാനത്തെ ഞാൻ മാനിക്കുന്നത് പോലെ. വഉഹിബ്ബുക കമാ തുഹിബ്ബുനി, നീ എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ, വഉഹിബ്ബുക, ഐ ലവ് യു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഹുബ്ബൻ ഷദീദൻ, സ്ട്രോങ് ലവ് ആണ്. വഇദാ അസാബക ഷൈഉൻ, നിന്നെ എന്തെങ്കിലും ബാധിച്ച, ഫഇന്ന ദാലിക യുലിമു ഖൽബി, അതെന്റെ ഹൃദയത്തെയും ബാധിക്കുമെന്നാണ് മൻ യഖൂലു ഷായിർ. ഫഹംതും? ഫഹദാ ഹുവ അൽ ഇൻസാനിയ. സുമ്മ ഹുനാക ഫഖറത്തുൻ അനി ഷായിർ, ഷായിറിനെ കുറിച്ചൊരു പാരഗ്രാഫ്. മൻ ഹുവ ഈസ ബിൻ ഇബ്രാഹിം അൻ-നാഊരി അൽ ഉർദുനി, ജോർദാൻകാരനാണ് കേട്ടോ, ജോർദാൻകാരൻ. അദ്ദേഹത്തിന്റെ എന്താണ് ജിൻസിയാണെന്ത്? ഉർദുനി. അദ്ദേഹം വുലിദ ഫി ഖറിയത്തി നാഊർ, നാഊർ ഗ്രാമത്തിൽ, സനത്ത് 1918 ജനിച്ചു. ഖലാ ഹയാതഹു ഫി ഫിലസ്തീൻ, ജീവിതം ചെലവഴിച്ചത് ഫലസ്തീനിലാണ്. വൽ ഉർദുൻ, ജോർദാൻ, വ തൂനിസിലും കേട്ടോ, ടുണീഷ്യ. തലഖ തഅലീമഹുൽ ഇബ്തിദാഇ, പ്രാഥമിക വിദ്യാഭ്യാസം നേടി, ഫിൽ മദാരിസിൽ ആമ, പൊതുവിദ്യാലയങ്ങളിൽ. സുമ്മ ഇൽതഹഖ ബിൽ കുല്ലിയത്തിൽ ബത്രീഖിയ, പാട്രിയാർക്ക് കോളേജ് എന്നാണ് കേട്ടത്, അതൊരു മറ്റേ ക്രിസ്ത്യൻതിനെ കുറിച്ച് പറയണം. അതിൽ ആ പാട്രിയാർക്ക് കോളേജിൽ അദ്ദേഹം ചേർന്നു. തഖറജ ഫിഹ, അവിടുന്ന് ഡിഗ്രി എടുത്തു. നഷറൽ ഖിസ്സത വശ്ശിഅറ, കഥയും കവിതയും പ്രസിദ്ധീകരിച്ചു. വഅമില ഫി മൈദാനി തദ്രീസ്, എന്താണ് അധ്യാപന മേഖലയിൽ അദ്ദേഹം ജോലി ചെയ്തു. കാന ഷായിറു അമീനൻ ആമൻ, അദ്ദേഹം എന്താണ് സെക്രട്ടറി ആയിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. ലി മജ്മഅൽ ലുഗൽ അറബിയ അൽ ഉർദുനി, ജോർദാൻ അറബിക് കോംപ്ലക്സ്, അതിന്റെ സെക്രട്ടറി ആയിരുന്നു. എപ്പോൾ മുതൽ? 1986 വരെ, അല്ലെങ്കിൽ 6 മുതൽ. സാറ ഷായറായി, ഷഹീറൻ, ഫേമസ് ആയി. ബി അഅ്മാലിഹിൽ മുംതാസ്, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ വർക്കുകൾ കൊണ്ട്. മിസ്ല അനാഷീദി, അദ്ദേഹത്തിന്റെ വർക്കുകൾ ഏതൊക്കെയാണ്? അനാഷീദി, അതൊരു ബുക്കിന്റെ പേര്. അഖിൽ ഇൻസാൻ, കവിതയുടെ പേരായിരിക്കാം.
തൊരീഖ് ഷൗഖ്, അദബുൽ മഹ്ജർ, അതൊക്കെ അദ്ദേഹത്തിന്റെ ഇതാണ് രചനകളാണ്. തൂഫിയ ഫി തൂൻസ്, ടുണീഷ്യയിൽ മരിച്ചു. 1985 അദ്ദേഹം മരണപ്പെട്ടു. മൻ ഈസ ബിൻ നാഹൂർ ഈസ ബിൻ ഇബ്രാഹിം അൻ-നഊരി അൽ-ഉർദുനി. ഓക്കെ. وهناك بعض الأنشطة نراجع المنظوم ونختار الألفاظ والعبارة على الأخوة والمودة. സ്നേഹവും സാഹോദര്യവുമത്തെയും സൂചിപ്പിക്കുന്ന സെന്റൻസുകളും ലഫ്ലുകളും ഈ പാഠഭാഗത്ത് നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് അല്ലേ? സ്നേഹവും സാഹോദര്യത്തെ കുറിച്ച് വാക്കുകൾ ഏതൊക്കെയാണ് അല്ലെ? അഹി വിളിക്കുന്നുണ്ട്, പിന്നെയോ അമുദ്ദി യദി, എല്ലാം പറയാം അല്ലേ? പിന്നെ ഫബൈതുക യാ അഖി ബൈതി വദർബുക ഫിദ്ദുനാ ദർബി വഇസ്സുക ലഹു മിൻ ഇസ്സി വഹുബ്ബുക യാ അഖി ഹുബ്ബി, ഇതൊക്കെയുള്ള എല്ലാ വാചകങ്ങളും പറയാം അതിനെ പറ്റി അല്ലേ? അതുപോലെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഉത്തരങ്ങൾ ഇതാ: ലൻ നഈഷ ഇഖ്വാന നസ്ഉദു ബിൽ ഹയാത്തി മഅൻ ഫഹയ്യാ യാ അഖിൽ ഇൻസാൻ ഖദ്ദിമി യാ അഖിൽ ഇൻസാൻ, അതൊക്കെ പറയാം അല്ല. ഖദ്ദിമി എന്നുള്ള വാക്ക് ഇതിലില്ല, ഫഹയ്യ ഉള്ളത് അല്ലേ? അതുപോലെ വാചകങ്ങൾ എഴുതാം. അടുത്ത് നഖറ വ നഫ്ഹം, ശ്രദ്ധിക്കുക. കാന ഷാഇറു അമീനൻ ആമൻ, ഷാഇർ ജനറൽ സെക്രട്ടറി ആയിരുന്നു അല്ലേ? അപ്പൊ അസാറ ഷാഹിറു ഷഹീറൻ, ഷാഇർ പ്രസിദ്ധനായി. അസ്ബഹ ത്വഖ്സു മുഅ്തദിലൻ, ക്ലൈമറ്റ് മുഅ്തദിലൻ ബാലൻസിങ് ആയി. ലൈസൽ ജവു ഹാറൻ, അന്തരീക്ഷം ചൂടുള്ളതല്ല. ബാത്തൽ മുഖാവിലു കലിക്കൻ, എന്താണ് ഏജന്റ്, എന്താണ് ഖലിക്കൻ, ഖലിക്കൻ ഖലിക്കൻ മറ്റേ ദുഃഖമുള്ളവനായി എന്നാണ്, ആയിത്തീർന്നതാണ്. ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പ് പല പ്രാവശ്യം പഠിച്ചതായിരിക്കുന്നാലും കാന, സ്വാറ, അസ്ബഹ, ലൈസ, ബാത്ത, ഇവയെ നമ്മൾ കാന വാഹ്വാത്ത്, കാനയും അതിന്റെ സഹോദരികൾ എന്നാണ് അല്ലെ? ഇവിടെ നമ്മള് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, ശ്രദ്ധിക്കട്ടോ മക്കളെ, ശ്രദ്ധിച്ചോ. كان وأخواتها الجزء الأول. هل لك سيدي أن تحدثنا عن طبيعة عملك من فضلك؟ بالطبع. ضحى، أضحى، أمسى، ظل، بات، صار، ليس، ما زال، ما دام. الجميع يستخدمها ويستدام. അല്ല ആസാമ വരെ അല്ലേ? زال، ما دام. മസാമ, ഇതിനെയാണ് നമ്മൾ കാന വാഹ്വാത്ത്, കാനയും അതിന്റെ സഹോദരികൾ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയുന്ന നോക്കാം. الجميع يستخدمها ويستفيد منها، حتى أنت أيها المذيع. هل تعرف أنك يمكن أن تستفيد منها في تقديم النشرة الجوية؟ في الحقيقة أنا لست مذيعا للنشرة الجوية، أنا مراسل فقط. ستبدأ نشرة كان الجو باردا ليلة أمس. കാനൽ ജവ്വു ബാരിദൻ, എന്താ പറയണേ? കാനൽ ജവ്വു ബാരിദൻ. ഇവിടെ ഈ സെന്റൻസ്, ഈ കാന വരുന്നതിന് മുമ്പ് ഈ സെന്റൻസ് അൽ ജവ്വു ബാരിദുൻ എന്നായിരുന്നു. എന്താണ്? അന്തരീക്ഷം തണുപ്പുള്ളതാണ് എന്നാണ്. അപ്പൊ അതിൻ്റെ മുമ്പിൽ കാന കൊടുത്തപ്പോ എന്തായി? അൽ ജവ്വു, അത് അങ്ങനെ തന്നെ. പക്ഷെ രണ്ടാമത്തെ വാക്ക്, അതായത് ഇപ്പൊ ഈ അൽ ജവ്വു ബാരിദുൻ എന്നുള്ളത്, അൽ ജവ്വു എന്ന വാക്കിനെ അറബി ഭാഷയിൽ നമ്മൾ എന്ത് പറയും? മുബ്തദ എന്ന് പറയും. ഒരു സെന്റൻസ് തുടങ്ങുന്നത് ഈ വാക്കുകൊണ്ടാണ്. ബാരിദു എന്നുള്ളത് അതിന്റെ ഖബർ, ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. അപ്പൊ അൽ ജവ്വു എന്നുള്ളത് ഒരു ഇസ്മാണ്. ഇസ്മ കൊണ്ട് തുടങ്ങിയ നമ്മൾ ജുംല ഇസ്മിയ എന്ന് പറയും. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഒരു ജുംല ഇസ്മിയയുടെ മുമ്പിൽ കാന വരുമ്പോൾ അതിന്റെ ആദ്യത്തെ വാക്ക്, അതായത് മുബ്തദഇന്, അതിന്റെ ആ മുബ്തദായ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മു കൊടുക്കണം. അതിന്റെ ഖബർ, അത് ഈ ഖബറിന് എന്ത് കൊടുക്കണം? ഫതഹോ ഫതഹ് തൻവീനോ കൊടുക്കണം എന്നതാണ്. കാനയോ അസ്ബഹയോ ബാത്തയോ ഏത് വന്നാലും. كان الجو باردا ليلة أمس، صحيح؟ نعم صحيح. ولا شك أنك تعلم بأن الضحى هو وقت ما بعد الفجر، عندما تطلع الشمس خفيفة ولطيفة. تكمل وتقول
أضحى الجو لطيفا. نعم، لكن هذه بداية النهار فقط. أها، تماما. سيتغير بعدها حال الجو وستقول أصبح الجو معتدلا. കണ്ട അപ്പൊ അതില് നേരത്തെ കാനൽ ജവ്വു ബാരിതൻ, രാത്രി ഇതായിരുന്നു, എന്ത് ആയിരുന്നു. പിന്നെ രാവിലെ ആയപ്പോ എന്തായി, ജവ്വ് എന്തായി, മുഅ്തദില. അപ്പൊ നമ്മൾ അസ്ബഹ ഉപയോഗിച്ചു. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാലോ, സോറൽ ജവ്വു ഹാറൻ, കുറച്ചും കൂടി കഴിയുമ്പോ സോറ ആയിത്തീർന്നു അല്ലെ, സ്വാറ ആയിത്തീർന്നു, ജവ്വു ഹാറായിത്തീർന്നു. പിന്നെയോ, പിന്നെ അംസ, വൈകിട്ടായപ്പോ അംസൽ ജവ്വു ലത്തീഫൻ, വളരെ ഫൈനായി കേട്ടോ, നൈർമൽ എന്താണ്, സോഫ്റ്റ് ആയി. പിന്നെയോ ലൈസൽ ജവ്വു, വൈകുന്നേരമായപ്പോ ഹാർ ഇല്ലാതായി, ചൂടില്ലാതായി. അങ്ങനെ രാത്രി വീണ്ടും എന്തായി, ബാത്തൽ ജവ്വു ബാരിദൻ. അപ്പൊ ഓരോ സമയത്തെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? കാനയും അതിന്റെ അഹ്വാദ്. കാന ആയിരുന്നു, സ്വാറ ആയിത്തീർന്നു, അസ്ബഹ ആയി, അംസ വൈകുന്നേര സമയത്താണ് യൂസ് ചെയ്യുക, ആയി, അൽഹ എന്ന് വെച്ചാൽ ലുഹ, പ്രഭാതം കഴിഞ്ഞ്, അസ്ബഹ കഴിഞ്ഞിട്ടുള്ളതാണ് അൽഹ. വല്ല എന്ന് പറഞ്ഞാൽ ഉച്ച സമയമാണ്, ബാത്ത എന്ന് വെച്ചാൽ രാത്രിയാണ്, ലൈസ എന്ന് വെച്ചാൽ ഇല്ല എന്നർത്ഥമാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രത്യേകത എത്ര മനസ്സിലാക്കിയാൽ മതി. അഷാഇറു അമീനുൻ ആമുൻ എന്നായിരുന്നു ഇവിടെ അല്ലെ. അത് ഈ അഷാഇർ അമീനുൻ ആമുൻ എന്നതിന് മുമ്പിൽ കാന വന്നപ്പോ കാന ഷാഇറു അമീനൻ ആയി. അതുപോലെയാണ് സ്വാറ അഷാഇറു ഷഹീറുൻ ആയിരുന്നു, സ്വാറ വന്നപ്പോ സ്വാറ ഷാഇറു സഹീറൻ ആയിത്തീർന്നു എന്ന അർത്ഥവും കൂടി കിട്ടും. നേരത്തെ ഉണ്ടായിരുന്നത് അഷാഇറു ഷഹീറുൻ, എന്താണ്, കവി പ്രസിദ്ധനാണ് എന്ന് മാത്രമായിരുന്നു. ഓക്കെ, അതാണ് അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ അസ്ബഹത്ത് തൊഖ്സു മുഅ്തദിലൻ, ലൈസൽ ജവ്വു ഹാർ, ലൈസയുടെ അർത്ഥം അല്ല എന്നാണ്, ബാത്ത എന്ന് വെച്ചാൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആയി എന്നാണ്. ബാത്തൽ മുഖാവ്, രാത്രി ആയപ്പോൾ ഏജന്റ് ദുഃഖിതനായി എന്നാണ്. ഇവിടെ ഈ സെന്റൻസുകളോട് യോജിക്കാൻ പറ്റും. നഷീതത്തൻ കാനത്ത് ദാരിസത്തൻ മറിയം, എങ്ങനെ വരിക അല്ലെ? രണ്ടാമത്തെ വാക്കായിരിക്കും എപ്പോഴും ഇതെന്ന് പറഞ്ഞു, ഇത് വരുന്ന ഫതഹ് തൻവീന് വരുന്നതാണ്. അപ്പൊ ഇവിടെ കാനത്ത് മറിയം ദാരിസത്തൻ നഷീതത്തൻ, അങ്ങനെയാണ് വരിക. കാനത്ത് മറിയം ദാരിസത്തൻ നഷീതത്തൻ. പിന്നെയോ സ്വാറ വയ്ക്കുമ്പോ സ്വാറ ഐമൻ തൊബീബൻ അല്ലെ. പിന്നെയോ ബാത്തത് അൽ ഉമ്മു സാഹിറത്തൻ, ബാത്തത് അൽ ഉമ്മു സാഹിറത്തൻ. ഇനി അടുത്ത് സത്തറൻ യദുല്ലു അല തആയുഷ്, ഒത്തൊരുമിച്ചിരിക്കാം എന്നതിനെ സൂചിപ്പിക്കുന്ന വാചകമേത്? പരീക്ഷയ്ക്ക് കാനാവാഹ്വാത്ത് എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവട്ടെ, അതിലൊരു 1-2 മാർക്ക് നിങ്ങൾ നന്നായി പഠിക്കേണ്ട ഒരു മേഖലയാണത്. പിന്നെ അടുത്ത് നോക്കൂ, സത്തറൻ യദുല്ലു അല തആയുഷ്. തആയുഷ് എന്താണ്? നമുക്ക് ഒത്തൊരുമിച്ചിരിക്കാം എന്നതിനെ സൂചിപ്പിക്കുന്ന വരി ഏതാണ് പദ്യത്തിൽ? അല്ലെ, ലനഈഷ ഇഖ്വാനൻ, അഖ്വാനൻ എന്നല്ല ഇഖ്വാനൻ എന്നാണ്. നസ്അദ് ബിൽ ഹയാത്തി മഅൻ, ഏതാണ്? ലഖദ് ജിഅ്നാ ഇല ദുനിയ ലനഈഷ ഇഖ്വാന, ഒത്തൊരുമിച്ചിരിക്കാം എന്ന് പറയുന്നത്, ഒന്നിച്ച് ജീവിക്കാം. അടുത്ത വാചകം ഏതാണ്? സത്തറൻ യദുല്ലു സആദത്തുൽ ഹയാത്ത്, ജീവിതത്തിലെ സന്തോഷം എന്നതിനെ സൂചിപ്പിക്കുന്ന വരി ഏതാണ്? അയ്യുബൈത്തിൻ നസ്അദ് ബിൽ ഹയാത്ത് മഅൻ അഹിബ്ബഅൻ വഅവാന, ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാം എന്ന് പറയുന്നത്. അടുത്തതോ, നുദ്ഖിൽ കാന വാഖുവാത്തുഹ അലൽ ജുംല, ഇതിൽ കാനയും വാഖുവാത്ത് വെക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ കാന വാഖുവാത്ത് അതുകൊണ്ട് 1 2 3 4 5 6 7 8, ഇതിലെങ്ങനെ തിരുത്താം? കാന ബർഷ്യം റിയാദിയൻ അല്ലെ, സ്വാറ ബർഷ്യം റിയാദിയൻ, എല്ലാം വെക്കുക കാനയുടെ എല്ലാം. അപ്പൊ ബർഷ്യമു റിയാദിയൻ എന്ന് എഴുതണം. അസ്സമാഉ മുംതിറത്തുൻ, അപ്പോ കാന സമാഉ ലക്കാനത്ത് എന്ന് വരും. അസ്സമാഉ ഗേൾ ആയതുകൊണ്ട് കാനത്ത്, സ്വാറത്ത്, അസ്ബഹത്ത്, അംസത്ത്, ബാത്തത്ത് എല്ലാം വെക്കണം കേട്ടോ. അൽഹത്ത്, ലല്ലത്ത്, ബാത്തത്ത്, ലൈസത്ത് ഒക്കെ വെക്കാം. ഓക്കെ, ഇതുണ്ട്. ഇതുപോലെ കാന റിയാദി, കാന
ഇവിടെ ബർഷ്യം പറഞ്ഞിട്ടോ, കാന ബർഷ്യം റിയാദിയൻ സ്വാറത്തി സമാവു മുംതിറത്തൻ അസ്ബഹൽ മാഉ നഖിയൻ. ഇങ്ങനെ വയ്ക്കാം. റെഡിയല്ലേ? അസ്ബഹൽ മാഉ നഖിയൻ. ഇനി അടുത്ത പ്രവർത്തനം നുറാജിഉൽ മൻലൂം വനുജീബ്. മൻലൂം നോക്കി ഈ കഥ എന്തിനു ഉത്തരം പറയും. മൻ യുനാദിയ ഷാഇറു ഫി ഹാദ ഷിയർ. ഈ കവിതയിൽ കവി ആരെയാണ് വിളിക്കുന്നത്? എല്ലാ മനുഷ്യരെയും അല്ലേ? അഖീ ഫിൽ കുല്ലു അഖവാത്തിൻ കുല്ലു ഇഖ്വത്തിൻ ഫിൽ ആലമിൽ വാസി ഫിൽ മഗ്രിബ് വൽ മശ്രിഖ്. ഉത്തരം നമുക്ക് അങ്ങനെ എഴുതാം. അടുത്തത് ബിമ നസ്അദു ഫി ഹാദിഹി ദുനിയ. ഈ ജീവിതത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്? ബിൽ ഹയാത്ത്. നസ്അദു ബിൽ ഹയാത്ത് എന്ന് പറഞ്ഞില്ലേ ഇവിടെ? വനസ്അദ് ബിൽ ഹയാത്തി മഅൻ അഹിബ്ബഅൻ വഖവാന ഇഖ്വാന എന്നെഴുതാം. അടുത്തത് ബിമാദ തശൂറു ഇദാ അസാബക സ്വദീഖക ഷൈഉൻ. നിങ്ങൾക്ക് നിന്റെ സഹോദരൻ എന്തെങ്കിലും ബാധിച്ചാൽ നിനക്ക് എന്ത് തോന്നും? എന്ത് തോന്നും അല്ലേ? എനിക്കും അഷ്ഉറു ബിൽ ഹുസ്ൻ, എനിക്ക് ദുഃഖം തോന്നും. അങ്ങനെയല്ലേ വേണ്ടേ? അഷ്ഉറു ബിൽ ഹുസ്നി വൽ അലം ലിഅന്നനി ഉഹിബ്ബുഹു, കാരണം ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അടുത്തത് കൽ ഫബൈതുക യാ അഖീ ബൈതി. നിന്റെ ഫബൈതുക യാ അഖീ ബൈതി, നിന്റെ വീട് എന്റെയും വീടാണ് സഹോദര. ഹാദിഹിൽ ഇബാറത്തുൽ ജമീല തദുല്ലു അല. ഈ സെന്റൻസ് എന്തിനെ സൂചിപ്പിക്കുന്നത്? അൽ മഹബ്ബത്തുൽ ഖാലിസ അൽ അമാന അസിഖത്തു ബിൻ നഫ്സ്. ഏതാണ്? അൽ മഹബ്ബത്തുൽ ഖാലിസ, ആത്മാർത്ഥമായ സ്നേഹം അല്ലേ? അതാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത നുൻഷെ സുതൂരൻ മുമാസിലത്തൻ ലി സത്രില്ലാത്തി ബിസ്തിആനത്തി നിഖാത്തി താലിയ. താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള വരികൾ ഉണ്ടാക്കുക. ഉദാഹരണം പറഞ്ഞാൽ വഹുബ്ബുക യാ അഖീ ഹുബ്ബി. അപ്പൊ അടുത്ത് എങ്ങനെ പറയും? ബലത് വെച്ചിട്ട് വബലദുക യാ അഖീ ബലദി അല്ലേ? ഹുസ്ന് വെച്ചിട്ടോ വഹുസ്നുക യാ അഖീ ഹുസ്നി. പിന്നെയാ ഫർഹ് വഫർഹുക യാ അഖീ ഫർഹി. അത് ബൈത്ത് വബൈതുക യാ അഖീ ബൈതി. അങ്ങനെ സെന്റൻസുകൾ ഉണ്ടാക്കുക. സിമ്പിൾ അല്ലേ? മാഷാ അല്ലാഹ്. അടുത്തതോ വഹുനാക മൻഷൂറത്തുൽ വസായിൽ ഇജ്തിമാഇയ്യ. മാഹിയൽ വസായിൽ ഇജ്തിമാഇയ്യ. എന്താണ് മക്കളെ വസായിൽ ഇജ്തിമാഇയ്യ? സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുൻതദ സുയ്യാഹീൻ. മുൻതദ എന്ന് വെച്ചാൽ ക്ലബ് കേട്ടോ, ക്ലബ് അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നതാണ്. സയ്യാഹീൻ എന്നാണ് ടൂറിസ്റ്റ് ഗ്രൂപ്പ്. അതിലായിട്ടിരിക്കുന്നത് ലഖദ് സുർതു വിലായത്ത് കേരള ഫിൽ ഹിന്ദ്. ഇതിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരിക്കുന്ന കേട്ടോ. ഞാൻ ഇന്ത്യയിലെ കേരളം സന്ദർശിച്ചു. ഫാദഹഷനി ജമാലുഹ. അതിൻ്റെ ഭംഗി എന്നെ അത്ഭുതപ്പെടുത്തി. തറൽ ജിബാൽ അൽ ഖദറ അവ ഷവാത്തിയ. അവിടെ എന്താ? പച്ച നിറത്തിലുള്ള മലനിലകളും തീരങ്ങളും. വൽ അൻഹാർ അൽ ഹാദിയ. ശാന്തമായ പുഴകളും. തഷ്തഹുറു കേരള ബിൽ മുൻതജാത്തി സിഹിയ. എന്താണ്? ഹെൽത്തി പ്രൊഡക്ട്സുകൾ കൊണ്ട് കേരളം പ്രസിദ്ധമാണ്. വൽ മെഹ്റജാനാത്തു തഖലീദിയ. പാരമ്പര്യ ഉത്സവങ്ങൾ. ഇന്നഹ യുമയ്യിസുഹ ഹഖൻ. തീർച്ചയായും അത് വെറൈറ്റിയാണ്. ഇന്നഹ യുമയ്യിസുന ഹഖ്. അത് ശരിക്കും വെറൈറ്റി ആവുന്നത് ഹുവ തആവുനു ബൈന അഹാൽ അദിയാൽ മുഖ്തലിഫ. വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിലുള്ള പരസ്പര ഒത്തൊരുമയാണ് അതിനെ വ്യതിരിക്തമാക്കുന്നത്. വസ്സഖാഫാത്തുൽ മുത്തനവ്വിയ. വ്യത്യസ്തമായ കൾച്ചേഴ്സും. യഈഷുൽ ജമീ. എല്ലാവരും ജീവിക്കുന്നത് ബിൽ ഉഖുവത്തി വൽ മവദ്ദ. സ്നേഹത്തോടെ സാഹോദര്യത്തോടെ കേട്ടോ. തറൽ മസാജിദ ബിജാനിബിൽ മആബിദി വൽ ഖനായിസ്. അല്ലേ? പള്ളികൾക്കും അമ്പലങ്ങൾക്കും ഇടയിൽ മുസ്ലിം പള്ളികൾ കാണാം. നാം അതെ. ഹാദിഹിൽ ബുഖാത്ത്. ഈ പ്രദേശം മിസാലുൻ ഹയ്യ ലിൽ വഹദതി ഫി തനവ്വു. അല്ലേ? അൽ വഹദ യൂണിറ്റി ഫി തനവ്വു ഡൈവേഴ്സിറ്റി. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ എന്താണ്? ലൈവായ ഒരു ഉദാഹരണമാണ് ഈ പ്രദേശം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അർജു മിനൽ അസ്തിഖാഇൽ അഇസ്സ. പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയുന്നു സിയാറത്ത കേരള. കേരളം സന്ദർശിക്കണമെന്ന്. വത്തമത്തു ബി ജമാലിഹ. അതിൻ്റെ ഭംഗി ആസ്വദിക്കണം. വസലാമിഹ. അതിൻ്റെ പീസ്ഫുൾനെസ്സും. അപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അറബിയിൽ ഇട്ടിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടാക്കണം. അത് നിങ്ങൾ സന്ദർശിച്ച ഒരു സ്ഥലത്തെക്കുറിച്ച്. അതാണ് അടുത്ത ചോദ്യം. നുഇദ്ദ മൻഷൂറ ബസീത അൻ മകാൻ സുർനാഹു. നമ്മൾ സന്ദർശിച്ച ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇടാം.
കൈഫ തുഇദ്ദൂൻ എങ്ങനെ ഉണ്ടാക്കാം? ദസുർതു മുൻതസഹൻ ജമീലൻ, മുത്തനസ്സഹൻ എന്നാണ്. മുത്തനസ്സഹൻ ജമീലൻ, ഞാനൊരു പാർക്ക് സന്ദർശിച്ചു. യംതലു ബിൽ അഷ്ഹാരി വൽ അഷ്ഹാർ, മരങ്ങളും പൂക്കളുമുള്ള. സമയത്തു സക്ക എന്ന് വെച്ചാൽ ഷക്ക, ചിൽ ചിൽ ശബ്ദം. വസഫീർ റിയാഹ്, അതുപോലെ കാറ്റിന്റെ ആ സഫീർ എന്ന് പറഞ്ഞ വിസിലിങ് കേട്ടോ. വ ഷഅർതു ബി സആദത്തി വറാഹ, എനിക്ക് നല്ല സന്തോഷവും കംഫർട്ടും തോന്നി. തമഅത്തഅതു ബി മൻദറിൽ ഗുയൂമി, അല്ലേ, മേഘത്തിന്റെ കാഴ്ച എനിക്ക് സന്തോഷം ഉണ്ടാക്കി. വൽ മാഇൽ ജാരി, ഒഴുകുന്ന വെള്ളവും. അൻസഹുൽ ജമീ, എല്ലാവരോടും ഞാൻ പറയുന്നു. ബി സിയാറത്തി ഹാദൽ മക്കാനി റായ, ഈ മനോഹരമായ സ്ഥലം നിങ്ങൾ സന്ദർശിക്കണമെന്ന് കേട്ടോ. അപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് സ്ഥലങ്ങൾ മാറ്റിയിട്ട് മോഡലാക്കിയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 10ാം ക്ലാസ്സിന്റെ പാഠപുസ്തകത്തോടുകൂടി പൂർണ്ണമായും കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ മക്കള് ഇതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. 6 യൂണിറ്റിന്റെ ക്ലാസ്സും നമ്മളിപ്പോൾ എടുത്തു തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. SSLC അല്ലെങ്കിൽ 10th അറബിക് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഈ ചാനലിലുണ്ട്. അത് പോയി കാണുക, മുഴുവൻ ക്ലാസ്സുകളും കാണുക. മക്കൾ പരീക്ഷയ്ക്ക് നന്നായി റെഡിയാവുക. എല്ലാവർക്കും A+ കിട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. ഓക്കെ, ഇതിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ ചാനലിൽ വരും. നോട്ട്സുകൾ, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. മക്കളെ സന്ദർശിക്കുക, കാണുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.